നമസ്കാരം. ചെറുപ്പക്കാരുമാണ് ഇപ്പോൾ കൂടുതലും മരിക്കുന്നത്. വയോധികർ മരിക്കുന്നില്ലെന്നുള്ളതല്ല, അവർ വാർദ്ധക്യ സഹജമായിട്ടുള്ള സോക്കേട് കൊണ്ട് മരിക്കുന്നു. ദാറ്റ്സ് ഓക്കെ. ഇപ്പോൾ ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ എൻ്റെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്ക് അവന് ഹൈ കൊളസ്ട്രോൾ, അതിൽ നല്ല കൊളസ്ട്രോൾ കൂടുതൽ, കുറഞ്ഞ കൊളസ്ട്രോൾ കൂടുതൽ, ട്രൈഗ്ലിസറൈഡ് എല്ലാം കൂടുതൽ. ഞാൻ ചോദിച്ചത് എന്താണ് ഇതിൻ്റെ കാരണം, നിങ്ങൾ എന്താണ് ഈ കൊച്ചിന് എണ്ണയാണോ കൊടുക്കുന്നത് ചോദിച്ചോളാം. അവൻ ദിവസേന ഒരു ബേക്കറി ഐറ്റംസ് ഒന്ന് രണ്ട് പാക്കറ്റ് ചിപ്സ് കഴിക്കും, പിന്നെ ബേക്കറി ഐറ്റംസ് മാത്രം മതി, വേറൊന്നും അവന് വേണ്ട. നിങ്ങളെന്ത് കഴിക്കും? അത് വീട്ടിൽ ഞങ്ങളിതെല്ലാം ഞങ്ങളെല്ലാം കഴിക്കുന്നത്. അപ്പം അതിൻ്റെ ഈ കുട്ടിയുടെ അച്ഛനൊരു 40 അല്ലെങ്കിൽ 45 വയസ്സേ വരൂ. അപ്പോൾ അയാൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഹാർട്ട് ബ്ലോക്കിൻ്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, നിങ്ങളിത് അത്യാവശ്യമായിട്ട് പോയിട്ട് നിങ്ങൾ പിന്നെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാം ഡേഞ്ചറാണ്. അതുകൊണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം ബ്ലോക്ക് ഉണ്ടെന്നറിയാം. ഇവരിത് മൈൻഡ് ചെയ്തേയില്ല. കുറേ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവരെവിടെയൊക്കെ പോയി ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആൾ മരിച്ചു. അതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, ആഹാര രീതി. അതായത് ഈ ആയുർവേദത്തിൽ തന്നെ പറയുന്നത് എന്താണ്? അമിത ആഹാരം ആയുസ്സിനെ കെടുത്തും. നമുക്കെല്ലാം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പെട്രോൾ തന്നെ ആയിരിക്കുന്നതിന് 1 കിലോമീറ്റർ ഓടുന്നതിന് ഇത്ര ലിറ്റർ എടുക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമുക്കും ഒരു കഴിക്കാവുന്നതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിന്, അതായത് ലഘുഭക്ഷണം എത്ര കഴിക്കുന്നു അത്രയും നമുക്ക് ആരോഗ്യം കൂടും, ആയുസ്സും കൂടും. ഇതങ്ങനെയല്ല. ഫാസ്റ്റ് ഫുഡാണ് ഇപ്പം വീടുകളിലിപ്പം അടുക്കളയൊന്നും ഇല്ലല്ലോ, എല്ലാം ഓർഡർ ചെയ്യും, വീട്ടിൽ കൊണ്ടുതരും. പക്ഷെ അത് ഈ പിന്നെ സിറ്റികളിലുള്ള ജീവിതം. അതേസമയം ഇപ്പോഴും ഗ്രാമപ്രദേശത്തുള്ളവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, നല്ല ആഹാരം കഴിക്കുന്നുണ്ട്, അവർക്ക് പറ്റുന്നത് പോലെ. പക്ഷേ ഇത് ഫാസ്റ്റ് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുക, എടുക്കുക, പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ജോലി തിരക്ക്. ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ ശാരീരികമായിട്ടുള്ള ജോലികളൊന്നുമില്ല, എല്ലാം കമ്പ്യൂട്ടറാണ്. അത് പറഞ്ഞപ്പോഴത്താണ് ഇവിടെ നല്ല സുന്ദരിയായിട്ടുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ വർക്ക് ഇവിടെ വരും. എല്ലാവരുടെയും പ്രധാന ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നടുവേദന. അത് വെച്ചിട്ട് നിങ്ങൾ അവിടെ കയറിയിട്ട് എത്ര വർഷം? അത് 3 വർഷമേ അവിടെ. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഈ ജോലി നിർത്തുക. അത് പ്രധാനപ്പെട്ട ഘടകമാണെങ്കിൽ തന്നെ അവരുടെ ജീവിതം മുട്ടിയില്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ കസേര ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ സാധാരണ ഡൈനിങ് പിന്നെ ടേബിൾ ഉപയോഗിക്കുന്ന കസേരയുണ്ടല്ലോ, ആ കസേര ഉപയോഗിക്കുക, സ്ട്രൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബാക്ക് ഒരു സപ്പോർട്ട് കിട്ടും, രക്തം കുറേയെങ്കിലും ഓടും. മറ്റേ ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നട്ടെല്ലും വളയും. കാരണം നട്ടെല്ലിൻ്റെ നടുക്കൂടാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഞരമ്പുകൾ പോകുന്നത്. അത് ഞരമ്പെന്ന് പറഞ്ഞാൽ തലച്ചോറിൽ നിന്ന് വരുന്നതാണ്. അത് തലച്ചോറിനെയും ബാധിക്കും. അപ്പോൾ അതും ആയുസ് കുറയാനുള്ള പ്രധാന ഘടകമാണ്. പിന്നെ മാത്രമല്ല ഹൈ റേഡിയേഷൻ. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കൊച്ചു ഈ ടെലിഫോണിന് തന്നെ 5 ജെലാറ്റിൻ സ്റ്റിക്കിൻ്റെ അത്രയും പവറാണുള്ളത്. അത്രയും എക്സ്പ്ലോറേഷനുള്ള പവറാണതുള്ളത്. 5 ജെലാറ്റിൻ സ്റ്റിക്കിൻ്റെ പവറാണ് ഇതിനുള്ളത്. അപ്പോൾ വലിയ ടെലിഫോണിൻ്റെ കാര്യം പറയണം. എന്നിട്ട് ഇതൊന്നും അറിയാതെ കൊച്ചു കുട്ടികൾക്ക് ഇതെല്ലാം നിർബന്ധം എടുക്കുമ്പോഴത്തേക്ക് കളിക്കാനായിട്ടത് വെച്ചു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കുട്ടികൾക്ക് സോക്കേടും ഉണ്ടാവും, ആയുസും. അത് മാത്രമല്ല, ഈ കുട്ടികൾ തന്നെ എത്രയോ എണ്ണം ആത്മഹത്യ കഴിച്ചിട്ട് പിന്നെ ഇതെന്നുള്ള നമ്മൾ പേപ്പറിൽ വായിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അത് എടുത്തു കഴിഞ്ഞാൽ അവർ അതിനൊരു അഡിക്ഷനായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ മറ്റാളും വിഭിന്നമല്ല. ജോലി ചെയ്യേണ്ട സമയത്ത് തന്നെ ഒരു ഇതെല്ലാം നോക്കിയിരിക്കും, ജോലിയൊക്കെ അവിടെ കിടക്കും. പിന്നെ ഓർമ്മശക്തി നഷ്ടപ്പെടും, പിന്നെ കാഴ്ചശക്തി നഷ്ടപ്പെടും, കേൾവിശക്തി നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് അവൻ തന്നെയാണ് കളയുന്നത്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, സിവിലൈസ്ഡ് പേഴ്സൺ ലിവിങ് ഇൻ എ സിവിലൈസ്ഡ് വേ. അത് സോക്കാൾഡ് സിവിലൈസേഷനാണ്. നമ്മൾ നേച്ചറിൻ്റെ അടുത്ത് അത്രയും പോയിട്ട് ജീവിക്കുന്ന അത്രയും നല്ലതായിരിക്കും. പിന്നെ ഈ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ എന്തെല്ലാം ദ്രോഹമാണ് അവർ ചെയ്യുന്നതെന്നറിയാം. അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്, പിന്നെ ഡ്രിങ്കിങ് ഹാബിറ്റ്, പിന്നെ മയക്കുമരുന്ന്, ഇതിനെല്ലാം അടിമയായിട്ട് വരുന്നത് കൊണ്ടാണ് ഈ ആയുസ് പ്രധാനമായിട്ട് കുറയാൻ കാരണം. അവർ എല്ലാ രോഗങ്ങളും വരികയും ചെയ്യും. സീറോ ഓഫ് ദ ലിവർ പ്രോബ്ലം വരും, ഹാർട്ട് പ്രോബ്ലം വരും, ന്യൂറോ പ്രോബ്ലം വരും. അതുപോലെ തന്നെ ഏറ്റവും ഷോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആൾക്ക് കംപ്ലീറ്റ് ഡയബറ്റീസാണ്. ഡയബറ്റീസ് 2 ഇനം ഉണ്ട്. ഒന്ന് ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് ഡയബറ്റീസ്
ഇൻസിപ്പിഡസ് പിന്നെ ഞാൻ അതേപ്പറ്റി കൂടുതൽ പറയുന്നില്ല. മെലിറ്റസ് ആണ് ഏറ്റവും കൂടുതൽ കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാകുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്ന ജുവനൈൽ ഡയബറ്റിക് അത് വേറെ ഒരു വിഭാഗം എന്ന് തന്നെ പറയാം. മറ്റു വരുന്നതിൻ്റെ കാരണം ഈ പ്രോസസ്ഡ് ഫുഡ്. ഇതിൽ അവരെന്താ ചേർക്കുന്നത്? ഈ പ്രിസർവേറ്റീവ്സ്, അതിൻ്റെ പേരിടും, പെർമിറ്റഡ് പ്രിസർവേറ്റീവ്സ്. അങ്ങനെ പ്രിസർവേറ്റീവ്സ് പെർമിഷൻ ഒന്നുമില്ല. പ്രിസർവേറ്റീവ്സ് പോയിസൺ തന്നെയാണ്. നമ്മളീ കാണുന്ന പിന്നെ ബേക്കറി ഐറ്റംസിലെല്ലാം അവരിത് ചേർക്കുന്നുണ്ട്, പ്രിസർവേറ്റീവ്സ്. അത് മോസ്റ്റ് ഡേഞ്ചർ, ക്യാൻസർ വരെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒഴിവാക്കേണ്ടത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് പ്രോഡക്റ്റ്, അതുപോലെ ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്ട്സ്. ഇപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൾഫർ ഡയോക്സൈഡാണ് അവർ ബ്ലീച്ച് ചെയ്യുന്നത്. നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിനേക്കാൾ വെരി പവർഫുള്ളാണ്. പക്ഷെ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നത് ബ്രൗൺ ഷുഗർ എന്ന് പറയും. ബ്രൗൺ ഷുഗർ രണ്ടുണ്ട്. ഒന്ന് മയക്കുമരുന്നായിട്ടുള്ളതുണ്ട്, നമ്മുടെ ഷുഗറായിട്ടുണ്ട്. ഈ ബ്രൗൺ ഷുഗർ ബ്ലീച്ച് ചെയ്യുന്നതാണ് വൈറ്റ് ഷുഗറായിട്ട് വരുന്നത്. അത് ബ്ലീച്ച് ചെയ്യേണ്ട കാര്യമില്ല, അതുപോലെ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് കറുത്ത ശർക്കര, വെളുത്ത ശർക്കരയും ബ്ലീച്ച് ചെയ്യും. പിന്നെ കരിപ്പെട്ടി, അതുപോലുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും നമുക്ക് പ്രധാനമായിട്ട് ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കുട്ടിയായാലും ഏത് പ്രായമായി കഴിഞ്ഞാലും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന കൊടുക്കുക എന്നുള്ളതും അതിൽ നിന്ന് പ്രതിരോധ ശക്തി ഉണ്ടാക്കുക. പിന്നെ രോഗങ്ങൾക്ക് ഒരു പരിധിവരെ വരാതിരിക്കാൻ നമ്മൾ നോക്കുക. പിന്നെ ആഹാരരീതി, ഇതിനെല്ലാം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാ സിസ്റ്റവും ചേർത്തുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ ഹോളിസ്റ്റിക് മെഡിസിൻ. അതിൽ മോഡേൺ മെഡിസിൻ വരും, നാച്ചുറോപ്പതി വരും, അക്യൂപഞ്ചർ വരും, ചൈനീസ് വരും, പിന്നെ ആയുർവേദം വരും. എല്ലാ WHO അംഗീകരിച്ചിട്ടുള്ള എല്ലാ സിസ്റ്റംസും അതിൻ്റെ കീഴിൽ വരും. പിന്നെ പ്രധാനമായിട്ട് ഈ ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്നത്, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുന്നത്, പിന്നെ ഒരു ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുന്നതിന് ലേസർ ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.